ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് CC പ്ലാന്റിനെ കുറിച്ചാണ്. ഇസഡ് പ്ലാന്റ്, അത് CC പ്ലാന്റ് എന്നറിയപ്പെടുന്നു. അപ്പോൾ സാമിയോ കുൽക്കാസ് സാമിഫോളിയ എന്ന ഒരു സ്പീഷീസിലെ ഒരു കുടുംബത്തിലെ ഒരു പൂച്ചെടികളുടെ ഒരു ജനുസാണ് സാമിയോ കുൽക്കാസ്. അപ്പോൾ ഇത് കിഴക്കേ ആഫ്രിക്കയിലാണ് ഇതിൻ്റെ ജന്മദേശം. അപ്പോൾ ഇതിൻ്റെ ഇലകളിൽ നിന്നും എങ്ങനെ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാം കണ്ടു കാണും. പല ഓഫീസുകളിലും വീടുകളിലും ഒക്കെ ഇത് വെച്ചിട്ടുണ്ട്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ CC പ്ലാന്റ്. അപ്പോൾ ഇത് വെച്ചാലുള്ള ഗുണങ്ങൾ നാസ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്തരീക്ഷത്തിലെ വിഷവായുവിനെയൊക്കെ നീക്കം ചെയ്യാനും ശുദ്ധീകരിക്കാനും ഒക്കെ ഇത് സഹായകമാകും എന്ന് പറയുന്നു. ഇത് CC പ്ലാന്റിൻ്റെ ബ്ലാക്ക് വെറൈറ്റിയാണ്. CC പ്ലാന്റ് 2-3 ടൈപ്പ് വെറൈറ്റികളുണ്ട്. അതിൽ ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇലകൾ ചുരുണ്ടിരിക്കുന്ന രീതിയിലുള്ളതുണ്ട്, വലിയ വൈൽഡായിട്ട് വളർന്നു പോകുന്നതുണ്ട്, അതുപോലെ ബുഷായിട്ട് വളരുന്നതുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്ന് നോക്കാം ഇലയിൽ നിന്ന്. അപ്പോൾ ഇതുപോലെ ഒരു ചെടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീടുകളിലൊക്കെ പോകുമ്പോൾ ചെടികൾ തരാൻ ബുദ്ധിമുട്ടുള്ളവരുടെ കയ്യിൽ നിന്നുമൊക്കെ ഇതുപോലെ ഇലകൾ മാത്രം വാങ്ങിക്കൊണ്ടുവന്ന് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ഡോർഫ് വെറൈറ്റി. ഇലകൾ ഒന്ന് ചുരുണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ വളർച്ച വളരെ കുറവാണ്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് ഇലകളെടുത്ത് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് നട്ടുകൊടുക്കേണ്ട മണ്ണ് എന്ന് പറയുന്നത് മണൽ കലർന്ന മണ്ണിൽ നമുക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ മിക്സ് ചെയ്ത് നട്ടുകൊടുക്കാം. നല്ല നീർവാഴ്ചയുള്ള സ്ഥലത്തൊക്കെ നട്ടുകൊടുക്കാം. ഇതിന് കൂടുതൽ രോഗങ്ങളൊന്നും വരാറില്ല. എന്നിരുന്നാലും ചിലപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് ലക്കി പ്ലാന്റായി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇലകൾ നല്ല ഇലകൾ മാത്രം, നമുക്ക് നല്ല ആരോഗ്യമുള്ള നല്ല മൂത്ത ഇലകൾ മാത്രം പറിച്ചെടുക്കുക. ഇത് ഇത്തിരി വില കൂടിയ ചെടിയാണ് ഈ ഡോർഫ് വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മണലും ചാണകപ്പൊടിയും എല്ലാം മിക്സ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഇലകൾ കുത്തിവെച്ച് കൊടുക്കാം. ഇതിന് വേറെ പേരുകളുമുണ്ട്. സാൻസിബാർ ജെം പ്ലാന്റ്, സൂസു പ്ലാന്റ്, ആറോയിഡ് പാം, എറ്റേണിറ്റി പ്ലാന്റ്, എമറാൾഡ് ഈന്തപ്പന എന്നിവയൊക്കെ ഇതിന് പറയുന്ന പേരുകളാണ്, മറ്റു പേരുകളാണ്. ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ പ്ലാസ്റ്റിക് പോലെ തന്നെ തോന്നുന്ന രീതിയിൽ ഇത് നിൽക്കും. അതുപോലെ നമുക്ക് എല്ലാ ഇലകളും നട്ടുകൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 മാസം ഒക്കെ കഴിയുമ്പോൾ ഇതുപോലെ മുളച്ച് വരുന്നതാണ്. ഇതിൻ്റെ ചുവട്ടിലൊരു കിഴങ്ങ് പോലെയുണ്ട്. അതാണ് ഇതിൻ്റെ നടിയിൽ വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇലയിൽ നിന്നും ഉണ്ടായ ചെടികളാണ് ഇതെല്ലാം. ഇത് നമുക്കിനി മാറ്റി നട്ടു കൊടുക്കാവുന്നതാണ്. പക്ഷേ കുറച്ച് ക്ഷമ കാണിക്കണം. ഒരു 2-3 മാസം എടുക്കും ഇതുപോലെയൊക്കെ വളർന്ന് വരുവാൻ. ഇത് വെള്ളത്തിലും നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാവുന്നതാണ്. ഇലകൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാലും ഇതുപോലെ ഇതിൻ്റെ ചുവട് ഭാഗത്ത് ഒരു റൈസം ഇതുണ്ടാവും, കിഴങ്ങ് പോലെ ഉണ്ടാകും. ഇത് വിൻഗ ചെടികളാണ്. വിൻഗ ചെടികളുടെ വിത്തുകൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നും ഒന്ന് നമുക്ക് പിഴുതു നോക്കാം. കണ്ടോ, ഇതാണ് അതിൻ്റെ ചുവട്ടിലെ കിഴങ്ങ് പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്.
അതാണ് അതിൻ്റെ മെയിൻ പാർട്ട്. അപ്പോൾ നേരത്തെ ഞാൻ കുത്തിവെച്ച ഇല അതിൽ തന്നെ നിൽക്കുന്നുണ്ട്, പുതിയ ചെടി ഉണ്ടായി വരികയും ചെയ്തു. നമുക്കിത് മാറ്റി നട്ട് നല്ല ഒരു ചെടിയാക്കി വളർത്തിയെടുക്കാവുന്നതാണ്. ഇതിൽ നല്ല രീതിയിൽ വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 1-2 ചെടികൾ നമ്മൾ ഒരു ചട്ടിയിൽ തന്നെ വെച്ച് കൊടുത്താൽ നല്ല ബുഷി പ്ലാന്റായിട്ട് വളരുകയും നല്ല ഒരു പ്ലാന്റ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അഡീനിയം ചെടികൾ സെയിൽസിനുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, കണ്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അഡീനിയം ചെടികൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ആവശ്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.